ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഗോതമ്പ് മാവും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമാവും, അതുപോലെ തന്നെ ഡയബറ്റിക് ആയവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് വഴറ്റുക. ഒരുപാട് നേരം വഴറ്റി കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റ് ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട്, അതും ഒന്ന് വഴറ്റുക. ക്യാരറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് ക്യാബേജ് വേണമെങ്കിൽ ചേർക്കാം. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, ഒന്ന് വാടിയാൽ മാത്രം മതി. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില കയ്യിലുണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം, നല്ല ഫ്ലേവർ ആയിരിക്കും. വീണ്ടും നന്നായിട്ട് വഴറ്റുക. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചെടുത്തതാണ് കേട്ടോ, ചതച്ചെടുത്തതാണ്, ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടാം കേട്ടോ. പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം, അതുപോലെ തന്നെ ഈ ഒരു ഉണക്കമുളകിൻ്റെയൊക്കെ അളവ് കൂട്ടാം. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി അളവ് തേങ്ങ ചിരകിയതും കൂടി ചേർക്കുന്നുണ്ട്. വീണ്ടും വഴറ്റുക. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല, ഒന്ന് വാടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനൊക്കെ അനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തീ ഓഫാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗോതമ്പ് മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിന്ന് 1.5 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു ഇത്തിരി കായത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിച്ചിട്ട്, ചൂടുവെള്ളമൊന്നും വേണ്ട കേട്ടോ, പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. പിന്നെ ഇത് നമ്മൾ വഴറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് കടുകൊക്കെ പൊട്ടിച്ചെടുക്കാം കേട്ടോ. വേണമെങ്കിൽ കടുക് പൊട്ടിക്കാം, അല്ലെങ്കിൽ ജീരകം ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് കുഴക്കേണ്ടത് കേട്ടോ. കുറച്ചും കൂടി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാട്ടിലും ഒരിത്തിരി കൂടി ലൂസായിട്ടാണ് കുഴച്ചിട്ടുള്ളത്, ഒരുപാട് ലൂസാവരുത്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്, നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഇതിന് നമുക്ക് ഒരുപാട് നേരം മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സവാളയൊക്കെ ചേർത്തും കൊണ്ട് നമ്മൾ ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളം അങ്ങനെ അതിന് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് പരത്തി ചുട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ എണ്ണ തേച്ചതുകൊണ്ട് കയ്യിൽ ഒട്ടുന്നൊന്നുമില്ല. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഒരു വാഴയിലയുടെ കഷ്ണം ഇതുപോലെ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മാവ് വെച്ചിട്ട് നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ പരത്തി കൊടുക്കാം. ഞാനിപ്പോൾ ഇന്ന് കുറച്ച് ചെറുതായിട്ടാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ ഒരു സൈസിനൊക്കെ അനുസരിച്ചിട്ട് അങ്ങനെയും പരത്തിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ചെറുതായിട്ടാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഞാനൊരു മൂടി വെച്ചിട്ട് ഒന്ന് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പാനിലിട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ഇലയോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം, നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് നെയ്യ് തടവിയിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടായിരിക്കും. തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മുടെ ആദ്യത്തെ ചപ്പാത്തി എന്ന് തന്നെ പറയാമല്ലേ, ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്.
വെജിറ്റബിളൊക്കെ ചേർത്തിട്ടുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ ഇത് മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു 10 കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരളവിൽ 1.5 കപ്പ് ഗോതമ്പ് മാവ് വെച്ചിട്ട് ഒരു 12 വരെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇതിൽ എരിവൊക്കെ ചേർത്തും കൊണ്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ലൈക്കും കൊടുക്കണം കേട്ടോ. താങ്ക് യു.